അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. പഞ്ചസാരയുടെ വില 25% കുറഞ്ഞപ്പോൾ 500 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിക്കൊണ്ടിരുന്ന ഒരാൾക്ക് 5 കിലോഗ്രാം പഞ്ചസാര അധികമായി വാങ്ങാൻ സാധിച്ചുവെങ്കിൽ 1 കിലോഗ്രാം പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില എന്ത്? ഓപ്ഷൻസ് 40, 25, 30, 27. അപ്പോൾ എത്രയാണ് അയാൾ വാങ്ങിയത് നമുക്കറിയില്ല, എത്ര കിലോയാണ് വാങ്ങിയതെന്ന് അറിയില്ല. പക്ഷെ അയാൾ സാധാരണ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ്? 500 രൂപയ്ക്കാണ്. പിന്നെ ഇപ്പൊ അയാൾ വാങ്ങാൻ പോയ സമയത്ത് അയാൾ സാധാരണ വാങ്ങുന്ന വിലയേക്കാൾ 25% വില കുറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയ്ക്ക്. അപ്പോൾ അയാൾ 500 രൂപയ്ക്ക് തന്നെ വാങ്ങുകയാണ്. പക്ഷെ വാങ്ങുന്ന സമയത്ത് അയാൾ നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നതിനേക്കാൾ 5 കിലോഗ്രാം പഞ്ചസാര അധികമായി വാങ്ങാൻ സാധിച്ചു. ഇതാണ് കേസ്. ഇങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം പഞ്ചസാരയ്ക്ക് ഇപ്പോൾ എന്താണ് വില എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, അയാൾ കടയിൽ പോയിട്ട് പഞ്ചസാര വാങ്ങുകയാണ്. അയാൾ സാധാരണ വാങ്ങുന്നത് പോലെ 500 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കടക്കാരൻ ഓർമ്മ വന്നത് ഇപ്പൊ പഞ്ചസാരയുടെ വില എത്രയാണ്? നേരത്തെ ഉള്ളതിനേക്കാൾ 25% കുറവാണ്. അപ്പൊ അയാൾക്ക് ഡിസ്കൗണ്ട് എത്രയാണ്? 25%മാണ് ഡിസ്കൗണ്ട്. അപ്പൊ കടക്കാരൻ പറഞ്ഞു, ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ബാക്കി പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാം. എത്രയായിരിക്കും അപ്പൊ തിരിച്ചു കൊടുക്കുക? 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 500ന്റെ 25% കൂടെ എക്സ്ട്രാ തിരിച്ചിങ്ങോട്ട് കിട്ടണം. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 25/100. അപ്പൊ 5 ഇൻറ്റു 25 125 രൂപ ഇപ്പൊ അയാൾ കൂടുതലായിട്ട് കൊടുത്തത് തിരിച്ചിങ്ങോട്ട് കിട്ടാനുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, എനിക്ക് 125 രൂപ വേണ്ട, ഈ 125 രൂപയ്ക്ക് കൂടെ എനിക്ക് എന്ത് തന്നാൽ മതി? പഞ്ചസാര തന്നാൽ മതി. അപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. കടക്കാരൻ എത്ര പഞ്ചസാര കൊടുത്തു? അപ്പോ കൊടുത്ത പഞ്ചസാരയാണ് കൂടുതലായിട്ട് ഇയാൾക്ക് കിട്ടിയ 5 കിലോഗ്രാം പഞ്ചസാര. അപ്പൊ ഇയാൾക്ക് തിരിച്ചു കിട്ടേണ്ട തുകയ്ക്ക് പകരം അയാൾ എന്ത് വാങ്ങി? 5 കിലോഗ്രാം പഞ്ചസാര വാങ്ങി. അതിന്റെ അർത്ഥം 5 കിലോഗ്രാം പഞ്ചസാരയ്ക്ക് 125 രൂപയാണ്. അതായത് 1 കിലോഗ്രാം പഞ്ചസാരയ്ക്ക് 125/5, അതായത് 25 രൂപയാണ് നിലവിലെ വില. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതൊന്നുകൂടെ പെട്ടെന്ന് പറയാം. ഇയാൾ സാധാരണ വാങ്ങുന്നത് പോലെ 500 രൂപയ്ക്ക് വാങ്ങി. അപ്പോഴാണ് കടക്കാരന് ഓർമ്മ വന്നത് വിലയിൽ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്? 25% ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 500 രൂപയ്ക്ക് കൊടുത്തത് അയാൾക്ക് നഷ്ടമല്ലേ? ഈ വാങ്ങിയ ആൾക്ക് നഷ്ടമാണല്ലോ. അപ്പൊ വാങ്ങിയ ആളോട് പറഞ്ഞു 25% കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ 25% എത്രയാണോ തുക അത് ഡിസ്കൗണ്ട് ആയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് എത്രയാണ്? 500ന്റെ 25% എന്ന് പറയുന്നത് 500 ഇൻറ്റു 25/100 ആണ്. അതായത് 125 രൂപയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ വാങ്ങാൻ വന്ന ആൾ പറഞ്ഞു, വേണ്ട, എനിക്ക് തിരിച്ചു തരണ്ട, ആ കാശിനും കൂടെ എനിക്ക് തന്നാൽ മതി, പഞ്ചസാര തന്നാൽ മതി. ഓക്കെ, ആ കാശ് 125 രൂപയ്ക്ക് പഞ്ചസാര കൊടുത്തു. അങ്ങനെ എത്ര കിലോഗ്രാം പഞ്ചസാര കിട്ടി? 5 കിലോഗ്രാം പഞ്ചസാര കിട്ടി. അങ്ങനെയാണെങ്കിൽ 5 കിലോയ്ക്ക് 125 രൂപയാണെന്ന് മനസ്സിലാക്കാം. 1 കിലോയ്ക്ക് എത്രയാണ്? 125/5, അതായത് 25 രൂപയാണ് പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില.